എനിക്ക് പലപ്പോഴും ഈ പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കുന്നത് ഒരു കാര്യമില്ല, പക്ഷെ ആളുകൾ അതാണ് ചോദിക്കുന്നത്. ഇന്റർവ്യൂകൾ കാണുമ്പോഴും ആളുകൾ അതിനാണ് ഇൻട്രസ്റ്റ് എന്ന് എനിക്ക് തോന്നാറുണ്ട്. കേൾക്കുന്നവർക്കാണ് ഇനി അത് ഇൻട്രസ്റ്റ് ആണോ ഇവർ ചെയ്യുന്നത്, ഇവർക്ക് ഇൻട്രസ്റ്റ് ആണോ അത് ചെയ്യുന്നത് എനിക്കറിയില്ല. പക്ഷെ ഇപ്പൊ ഈ ഒരു സിനിമ സീരീസിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമയുടെ ഒക്കെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് വരുമ്പോൾ ശരിയാണ്, അതിന്റെ കഥ നമുക്ക് മുഴുവൻ പറയാൻ പറ്റില്ലായിരിക്കും. പക്ഷെ ഒരു ആർട്ടിസ്റ്റിന് അവരുടേതായിട്ടുള്ള ഒരുപാട് ജേർണിയും വേറെ അവരുടെ ഒരു യാത്ര ഉണ്ടല്ലോ ഇതിൽ. അവർ അതിന് പ്രിപ്പയർ ചെയ്യുന്നത്, ചോദിക്കാവുന്ന ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ട് ശരിക്കും വേണമെങ്കിൽ. അത് വലിച്ചു നീട്ടി ചോദിക്കേണ്ട, പക്ഷെ ആ റെലവെന്റ് ആയിട്ടുള്ള ആ ഒരു ഇപ്പം ഇന്റർവ്യൂ ചെയ്യാൻ വരുന്ന ആൾക്കാരാണെങ്കിലും അവരെ ഈ ആള് പർട്ടിക്കുലർ ആർട്ടിസ്റ്റ് ചെയ്ത കാര്യങ്ങളും അനുബന്ധിച്ച് ചോദിക്കാം. അവരെങ്ങനെയൊക്കെയാണ് ഓരോന്നിനും അപ്രോച്ച് ചെയ്യുന്നതെന്നും ഒക്കെ ചോദിക്കാവുന്ന ചോദ്യങ്ങൾ വേണമെങ്കിൽ ഉണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻസ് ഇങ്ങനെ വളരെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാനും അതിനകത്തുള്ള ഒരു ഇന്റഗ്രിറ്റി ഇല്ലാത്ത പോലെ തോന്നും. അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞ് നമുക്ക് മടുക്കും, നമുക്ക് മനസ്സിന് അങ്ങനെ ഒരു പുതിയൊരു ചെയ്തായിട്ട് തോന്നില്ല. അപ്പൊ വന്നിരിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് വെച്ചാൽ ഒന്നും ഇവിടെ നിന്ന് കൊണ്ടുപോകാനും ഇല്ല, നമ്മൾക്കൊന്നും കൊടുത്തതുമില്ല. അപ്പൊ നമുക്കൊരു ടൈം വേസ്റ്റ് ആയ പോലെ ചില സമയത്ത് തോന്നും. അതാണ് എന്റെ എനിക്ക് അങ്ങനെ ഒരുപാട് ഇന്റർവ്യൂ കൊടുക്കാത്ത ഒരാളാണ് ഞാൻ. താല്പര്യമില്ല ഇൻ ദ സെൻസ്, കനി പറഞ്ഞ സെയിം സംഭവം. നമ്മൾ അത് കൊടുക്കുന്നത് കൊണ്ട് എന്താണ് നമുക്ക് കിട്ടുന്നത്? നമ്മൾ നമ്മുടെ സമയം ഒരു അരമണിക്കൂർ ഇരുന്ന് കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ്, ഒന്നുകിൽ ഒരു ഇൻഫോർമേറ്റീവ് ആയിരിക്കണം, അല്ലെങ്കിൽ ആൾക്കാർക്ക് കാണുമ്പം ഒരു രസമുള്ള എന്തെങ്കിലും സംഭവമായിരിക്കണം. വെറുതെ ചൊറിയുന്ന എന്ത് ചോദിച്ചിട്ടും ഒരു കാര്യമില്ല. ഒരു ആങ്കർ എന്ന് പറയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ആ മുന്നിലിരിക്കുന്ന ആളെ സ്റ്റഡി ചെയ്തിട്ട് വേണം വന്നിരിക്കാൻ. ചുമ്മാ വന്നിരുന്നിട്ട് ഒരു കാര്യമില്ല. ഇപ്പം ആസ് എൻ ആർട്ടിസ്റ്റ് ഞാനൊരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ആ ക്യാരക്ടറിനെ പഠിച്ചിട്ടാണ് ഞാനത് ചെയ്യുന്നത്. അങ്ങനെ പഠിച്ചിട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് ആ ജോലിയിൽ നിലനിൽപ്പുള്ളൂ. അല്ലാതെ ഞാൻ പഠിക്കാതെ വെറുതെ വന്ന് അതും ഇതും കാണിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആ ഒരു പരിപാടി കൊണ്ട് അവിടെ തീരും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം നമ്മളൊരു ആങ്കർ വന്നിരിക്കുമ്പം ആ ഇരിക്കുന്ന ആരാണ്, ഇപ്പോൾ കുറച്ച് മുമ്പ് തന്നെ നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായി, അതെന്താണെന്ന് പറയുന്നില്ല. പക്ഷെ ചോദിക്കുന്ന ചോദ്യങ്ങൾ ചില സമയത്ത് നമുക്ക് അസ്ഥാനത്തായി പോകും. അപ്പോൾ നമുക്കിത് റിപ്ലൈ കൊടുക്കണോ അതോ ഇത് ഓക്വേർഡ് സിറ്റുവേഷനും ആണ്. ചിലർ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യും. അതാണ് ഈ പറഞ്ഞ പോലെ വൈറലായി പോവുകയും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ബെറ്റർ ഞാൻ വിശ്വസിക്കുന്നത് കൊടുക്കാതിരിക്കുക. ഇന്റർവ്യൂ കൊടുക്കുക ഇൻ ദ സെൻസ് പ്രൊമോഷനൊക്കെ വരുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ ഇന്റർവ്യൂ കൊടുക്കണം. അത് നമ്മുടെ ജോലിയുടെ ഭാഗമാണ്. നമ്മൾ ചെയ്യുന്ന പടത്തിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് ഇന്റർവ്യൂകൾ കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വം. പക്ഷെ അതൊരു പരിധിയുണ്ട്. നമ്മുടെ പേഴ്സണൽ ലൈഫിലേക്ക് കയറുന്നതിനും തിരിച്ച് ഞാൻ ചോദിക്കുകയാണ്, ഇതേപോലെ തന്നെ ആ ആങ്കറിനെ നമ്മൾ പേഴ്സണലായിട്ട് ഒരാളോട് നമ്മൾ പേഴ്സണലായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവർക്ക് ഹേർട്ട് ആവില്ലേ, അവർക്ക് പറയാൻ താല്പര്യം ഉണ്ടാവില്ല ചിലപ്പോൾ. അപ്പോൾ നമ്മൾ ചൊറിഞ്ഞുകൊണ്ടിരിക്കാൻ നേരത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും.